ഒരു വ്യക്തി ഒരു ഗ്രാമത്തിൽ നിന്ന് ശബരിമലയ്ക്ക് പോകുമ്പോൾ അത് ഗ്രാമത്തിൻ്റെ തന്നെ ഒരു ആരാധന പോലെയാണ് നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ കെട്ടുനിറ സമയത്ത് പരമാവധി ആ ഗ്രാമവാസികൾ ഒത്തുകൂടും. അതെ, അങ്ങനെയാണ് അതിൻ്റെ ചടങ്ങ്. അപ്പോൾ ഗുരുനാഥൻ കെട്ട് നിറച്ചു കൊടുക്കുന്നു, അയാൾ പോകുന്നു. ഈ സമയത്ത് ശബരിമലയിൽ അവിടെ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ ധർമ്മശാസ്താവിൽ വിലയിച്ച ഒരു സ്ഥലം എന്ന രീതിയിൽ അതിൻ്റെതായ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഹ്രസ്വദൃഷ്ടിയോടുകൂടി നോക്കുമ്പോൾ ശരിയല്ല, സ്ത്രീകളോട് വിരുദ്ധതയാണ്, വിവേചനപരമാണെന്നൊക്കെ ചിലർക്ക് തോന്നും. ഒരു വ്യക്തി ശബരിമലയ്ക്ക് പോകാൻ വ്രതം നോറ്റാൽ അത് ആ വീട്ടിലെല്ലാവരും വ്രതത്തിലാണ്. അപ്പോൾ ഈ പ്രായത്തിലുള്ള അമ്മമാർ ആരെങ്കിലും വഴിപാടുകൾ നേർന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വന്തം കൈകൊണ്ട് നെയ്ത്തേങ്ങ നിറച്ച് കൊടുക്കാം പോകുന്ന ആളുടെ കയ്യിൽ. ഇനി ഇത് മാത്രമല്ല, ശാരീരികമായി മലയ്ക്ക് പോകാൻ വയ്യാത്തവരാരെങ്കിലും വഴിപാട് നേർന്നിട്ടുണ്ടെങ്കിൽ അതും നെയ്ത്തേങ്ങ നിറച്ചു കൊടുക്കാം. അവര് വ്രതശുദ്ധിയോടുകൂടിയാണ് നെയ്ത്തേങ്ങ നിറയ്ക്കുന്നത്. അവർക്കും ഗുരുസ്വാമിയാണ് നിറച്ചു കൊടുക്കുന്നത്. ഏത് സ്ത്രീകൾക്കും പറ്റും. വ്രതശുദ്ധിയോടുകൂടി ഏത് സ്ത്രീക്കും അത് ചെയ്തു കൊടുക്കാം. 1955 ദേവസ്വം ബോർഡ് വിജ്ഞാപനം ഇറക്കിയത് 10 വയസ്സിനും 55 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ പോകരുത്, ബാക്കിയുള്ളവർക്കൊക്കെ പോകാം. പിന്നീട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അത് 10 വയസ്സ് 50 വയസ്സിനിടയ്ക്കാക്കി മാറ്റി.